ബാസ വേഴ്സസ് ലെഗനസ് മാച്ചിൽ ബാസ 1-0 വിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സീസണിൽ ബാസ ഫേസ് ചെയ്ത ഒരു ടഫ് ഒപ്പോണൻ്റ് ആണ് ലെഗനസ്. കാരണം ഈ ഒരു ടീമിനെതിരെ നമ്മൾ ആദ്യം ഏറ്റുമുട്ടിയപ്പോൾ നമ്മൾ 1-0 തോറ്റു. സെറ്റ് പീസ് ഗോളിലൂടെയായിരുന്നു ബാസ ആദ്യ ഗോൾ വഴങ്ങുന്നത്. പിന്നെ അതിനുശേഷം ബാസ കുറേ ഗോൾ നേടാൻ ശ്രമിച്ചെങ്കിലും ബാസക്ക് എൻഡ് റിസൾട്ട് കണ്ടെത്താൻ സാധിച്ചില്ല. ഇനി ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ ബാസ കുറേ നല്ല ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ബാസക്ക് ഗോൾ നേടാൻ സാധിച്ചില്ല. ലാസ്റ്റ് റഫീനയുടെ ഒരു ക്രോസ് ഒപ്പോണന്റ് പ്ലെയറെ ടാപ്പിങ് ചെയ്തിട്ടാണ് ഓൺ ഗോളായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ സ്വന്തം പ്ലേയേഴ്സ് ഗോൾ നേടുന്ന രീതിയിൽ കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ നമ്മുടെ ആ ഒരു എക്സ്ട്രാ പ്രഷർ കാരണം നമുക്കൊരു ഗോൾ ലഭിച്ചു. അതായത് ഒപ്പോണന്റ് പ്ലെയർ ഒരു ഓൺ ഗോൾ നേടി തന്നു. ഗോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഈ ഒരു സീസണിൽ ബാസ ഫേസ് ചെയ്ത ഒരു ടഫ് ഒപ്പോണൻ്റ് ആണ് ലെഗനസ്. ഈ ഒരു മാച്ചിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നിയ 3 താരങ്ങളായിരുന്നു ഷെസ്നി, ഇനിഗോ, റഫീനിയ. ഷെസ്നി സിറ്റുവേഷനുകളൊക്കെ ആയിട്ട് സ്റ്റെപ്പ് അപ്പ് ആയിട്ടുണ്ടായിരുന്നു. ഇതിൽ എടുത്തു പറയേണ്ട ഒരു സിനാരിയോ എന്ന് പറയുന്നത് ഈ ഒരു മാച്ചിൻ്റെ ഫസ്റ്റ് ഹാഫിൽ ബാസ ഗോൾ കൺസീഡ് ചെയ്യേണ്ട ഒരു വക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ പ്ലെയർ സഡൻ ആയിട്ട് ഒരു ഷോട്ട് സേവ് ചെയ്യുകയും ബാസയെ രക്ഷിക്കുന്ന ഒരു സീനാണ് കണ്ടത്. അതേപോലെ തന്നെ കുറേ നല്ല മൊമെൻറ്റ്സ് ഷെസ്നിയുടെ ഭാഗത്തുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇനീഗോയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു മാച്ചിൽ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടൊരു പ്ലെയർ ആയിരുന്നു ഇനീഗോ. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മൊമെൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു മാച്ചിൻ്റെ അവസാന ഘട്ടത്തിൽ നമ്മൾ ഗോൾ കൺസിഡർ ചെയ്യേണ്ട ഒരു വക്കിലേക്ക് എത്തിയപ്പോൾ ഇനീഗോ ഒരു ടാക്കിൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലത്തെ ഒരു ടാക്കിൾ ഇതിനു മുൻപ് വേറെ ഏതെങ്കിലും പ്ലെയർ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ബാസിലുള്ള ഒരു പ്ലെയർ നടത്തിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ എൻ്റെ അറിവിലില്ല. ഇനീഗോ മാത്രമാണ് ആ ഒരു ഡിസിഷനൊക്കെ എടുക്കുന്നതായിട്ട് ഞാൻ പേഴ്സണലി കണ്ടിട്ടുള്ളത്. പിന്നെയുള്ളത് റഫീനിയാണ്. അദ്ദേഹം അറ്റാക്കിംഗ് വൈസും ഡിഫെൻസീവ് വൈസും നല്ലൊരു കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ ആയിരുന്നു. ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ ഈ ഒരു മാച്ചിൻ്റെ ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്ന ഘട്ടത്തിൽ ബാസ് ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ നമ്മുടെ ഡിഫൻഡേഴ്സ് പോലും പ്രോപ്പറായിട്ട് ബോക്സിലേക്ക് എത്തിയിട്ടില്ല. ആ ഒരു ടൈമിലാണ് റഫീനെ അവിടെ എത്തി ആ ഒരു ബോൾ ക്ലിയറൻസ് നടത്തുന്നത്. അത് നടത്തിയിട്ടില്ലെങ്കിൽ ബാസ് ഒരു ഗോൾ കൺസീഡ് ചെയ്തേനെ. അപ്പോൾ റഫീനയുടെ ആ ഒരു ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ വേറെ ലെവലായിരുന്നു. ശരിക്കും ഈ ലെവൽ പെർഫോമൻസ് ഒക്കെയാണ് അദ്ദേഹത്തെ യുണീക്ക് ആക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ക്വാളിറ്റി നമ്മുടെ ടീമിനെ നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഈ ഒരു മാച്ചിൽ അദ്ദേഹം കുറേ നല്ല ഏർലി ക്രോസ് ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. അത് 100% പ്ലേയേഴ്സിൽ കണക്റ്റ് ആവുന്ന രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻഡ് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. എന്തായാലും അത് ബെറ്റർ ആണെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ക്രോസ് ആയിരുന്നു ഈ ഒരു ലെഗനസ് പ്ലെയർ ഓൺ ഗോളാക്കി മാറ്റുന്നത്. പിന്നെ ഈ ഒരു മത്സരത്തിൽ അലഹാൻഡ്രോ ബാൽഡേനെ ഇഞ്ചുറി വന്നിട്ടുണ്ടായിരുന്നു. മൈനർ ഇഞ്ചുറി എന്നായിരുന്നു ആദ്യം പല റിപ്പോർട്ട്സ് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്സ് അറിയുന്നത് പ്ലെയറിൻ്റെ ഹാംസ്ട്രിങ്ങിൻ്റെ അവിടെ സീരിയസ് ആയിട്ടുള്ളൊരു ഇഞ്ചുറി വന്നിട്ടുണ്ട്. അതുകൊണ്ട് 3 ആഴ്ചത്തെ ഒരു റെസ്റ്റ് അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഒരു 3 ആഴ്ചത്തെ ടൈമിനുള്ളിൽ പ്ലെയറിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാച്ചസ് ഒക്കെ നഷ്ടപ്പെടുന്നുണ്ട്. മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പ ഡെൽ റേ ഫൈനലൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു 3 ആഴ്ചത്തേക്ക് ബാൽഡെ പ്രതീക്ഷിക്കേണ്ട. പകരം സ്റ്റാർട്ടിംഗ് ലെവലിൽ വരാൻ വേണ്ടി പോകുന്നത് ജെറാഡ് മാർട്ടിൻ ആണ്. അപ്പോൾ ഹൈ എക്സ്പെക്റ്റേഷൻസ് ഒന്നുമില്ല. എന്തായാലും പ്ലെയർ നല്ല രീതിയിൽ പെർഫോം ചെയ്യട്ടെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ ഒരു ലെഗനസ് മാച്ചിൽ ബാസ വിൻ ചെയ്തതുകൊണ്ട് നിലവിലുള്ള ലാലിഗ ടേബിളിൽ ബാസ 1ാം സ്ഥാനക്കാരായിട്ട് നിൽക്കുന്നുണ്ട്. റയലിനാണെങ്കിൽ ഇന്ന് മാച്ച് ഉണ്ട്. അവരുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നതെല്ലാം കണ്ടു തന്നെ അറിയാം. എന്തായാലും ബാസയുടെ നെക്സ്റ്റ് മാച്ച് എന്ന് പറയുന്നത് ബോറുസിയ ഡോർട്ട്മണ്ടിനെതിരെയാണ്. അപ്പോൾ ഡോർട്ട്മണ്ട് എന്ന് പറയുന്ന ടീമിനെതിരെ ബാസ എത്രത്തോളം നല്ല രീതിയിൽ പെർഫോം ചെയ്യുക എന്നതെല്ലാം കണ്ടു തന്നെ അറിയാം. കുറേ ആൾക്കാർ പറഞ്ഞത് ബാസ സ്ക്വാഡ് റൊട്ടേഷൻ നടത്തുമെന്നൊക്കെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഹാൻസ് ഫ്ലിക്ക് അത് ചെയ്യുമെന്ന്. കാരണം ഒപ്പോണൻറ്റിനെ ഇപ്പോൾ റെസ്പെക്റ്റ് ചെയ്യുന്നത് കൊണ്ട് സ്ഥിരം ഇറക്കുന്ന സ്റ്റാർട്ടിംഗ് 11 തന്നെയായിരിക്കും ആ ഒരു മാച്ചിലും ഇറക്കാൻ വേണ്ടി പോകുന്നത് എന്നാണ് എൻ്റെ ഒരു ടേക്ക്. എങ്ങനെയായിരിക്കും കാര്യങ്ങളുടെ പോക്ക് എന്നതെല്ലാം കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഈ ഒരു മാച്ചിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ എടുത്തുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ.